ഹലോ ഗൈസ്, അപ്പോൾ ഐഫോൺ 16 സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് സെപ്റ്റംബർ 9 ലോഞ്ച് ഇവൻ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. രാത്രി 10:30 ഇന്ത്യൻ സമയം രാത്രി 10:30 ലോഞ്ച് ഇവൻ്റ് സ്റ്റാർട്ട് ആവുന്നത്. ബേസിക്കലി ഒരു ആപ്പിൾ ഇവൻ്റ് ആണ്. അപ്പോൾ വേറെ ആപ്പിൾ പ്രോഡക്ട്സ് ഒക്കെ ലോഞ്ച് ആവും. നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി ഐഫോൺ 16 സീരീസിനെ പറ്റിയായിരിക്കും പറയുന്നത്. ഇതുവരെയുള്ള ലീക്സ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, പിന്നെ അവസാനം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്ത് ആരൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഞാൻ പറയാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ ഡിസൈൻ സെക്ഷനിൽ എന്തൊക്കെ മാറ്റം വരും, ഡിസ്പ്ലേ, ബാറ്ററി, ആ രീതിക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിൽ മെയിൻലി മാറ്റം വരുന്നത് നമുക്ക് റെഗുലർ മോഡൽസിനാണ്. ഇപ്പോൾ 16+ ഉണ്ടല്ലോ, അവരുടെ ക്യാമറ മോഡ്യൂൾ ഇപ്പം വെർട്ടിക്കലി ആയിരിക്കും അലൈൻഡ് ആയിട്ട് വരുന്നത്. കാരണം നേരത്തെയൊക്കെ നമുക്ക് 15, 14, 13 വേറൊരു രീതിയിലായിരുന്നല്ലോ, ഡയഗണലായിട്ടായിരുന്നു നമുക്ക് ക്യാമറ മോഡ്യൂൾ വരുന്നത്. ഇത് എന്തുകൊണ്ട് വെർട്ടിക്കലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ വീഡിയോ ക്യാപ്പബിലിറ്റീസ് ഈ ഫോണിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് മെയിൻ ക്യാമറ, അൾട്രാവൈഡ് ക്യാമറയും വെർട്ടിക്കലി അലൈൻഡ് ആയിരിക്കണം. പ്രോയിലും പ്രോ മാക്സിലൊക്കെ ആ രീതിക്കാണ് വരുന്നത്. 15 പ്രോ മാക്സിലൊക്കെ ആ രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തവണ അവർ ഇതിലും കൊടുക്കുന്നത്. പക്ഷേ ഈ സ്പെഷ്യൽ വീഡിയോസ് നമുക്ക് കാണണമെങ്കിൽ വിഷൻ പ്രോ വേണം, ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. എന്തായാലും ഒരു ഡിസൈൻ ചേഞ്ച്. ഓക്കെ, പിന്നെ പ്രോ മാക്സിൻ്റെ സൈസിൽ, ഓവറോൾ ഡയമെൻഷൻസിൽ ചെറിയ വ്യത്യാസം കാണും. കാരണം പ്രോയിൻ്റെ ഡിസ്പ്ലേ സൈസ് അവർ 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ചിലേക്ക് കൂട്ടുവാണ്. അതുപോലെ തന്നെ പ്രോ മാക്സിൻ്റെ 6.7 ഇഞ്ചിൽ നിന്ന് 6.9 ഇഞ്ചിലേക്ക് കൂട്ടുവാണ്. പിന്നെ ഒരു മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് 16 സീരീസിലെ എല്ലാ മോഡൽസിലും ഒരു ക്യാപ്ചർ ബട്ടൺ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്യാമറ ഫോട്ടോ എടുക്കാനും പിന്നെ ഫോക്കസ് ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെഗുലർ മോഡൽസിൽ ഇത്തവണ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. 15 പ്രോയിലും പ്രോ മാക്സിലും ഉള്ള ആ ഒരു ആക്ഷൻ ബട്ടൺ. പിന്നെ ഡിസൈൻ പാർട്ടിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ കഴിഞ്ഞ തവണ നമുക്ക് റെഗുലർ മോഡൽസിൽ അലുമിനിയം ആയിരുന്നല്ലോ ഫ്രെയിമൊക്കെ, ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രോ മോഡൽസിൽ ടൈറ്റാനിയം ആയിരുന്നു, അതും ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും. വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് അപ്ഗ്രേഡ് വരുന്നത് നമുക്ക് പ്രോ മോഡൽസിനാണ്. പ്രോയിലും പ്രോ മാക്സിലാണ് വരുന്നത്. സാംസങ്ങിൻ്റെ പുതിയ M14 AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇത്തവണ വരുന്നത്. അപ്പോൾ കുറേ കൂടെ ബ്രൈറ്ററും ആയിരിക്കും, കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. ഓൾറെഡി നല്ല ബ്രൈറ്റ്നെസ് ആണ്, അടിപൊളിയാണ് 2000 nits ഒക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോൺസിൻ്റെ തന്നെ ബെസൽസ് കുറച്ചുകൂടെ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി തിന്നാണ്, ഇപ്പോൾ കുറച്ചുകൂടെ ഫീച്ചറിസ്റ്റിക് ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 16+ ഡിസ്പ്ലേയിൽ സൈസിലോ അങ്ങനെ വേറെ ഒരു വ്യത്യാസമില്ല. വീണ്ടും പഴയ ആ ഒരു 60 ഹെർട്സ് തന്നെയാണ് വരുന്നത്. ആപ്പിളിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. 60 ഹെർട്സ് ഒരു ഔട്ട്ഡേറ്റഡ് സംഭവമാണ്. അതൊരു പ്രോ ഫീച്ചർ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ ഫോണിലും ഉള്ള ഫീച്ചറാണ്. ഇനി അടുത്ത വർഷം ഐഫോൺ 17 സീരീസിൽ 120 ഹെർട്സ് എല്ലാ മോഡൽസും വരുമെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ 16 ഇപ്പോൾ 60 ഹെർട്സ് തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത പെർഫോമൻസ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ പ്രോ മോഡൽസിൽ അതേ ചിപ്സെറ്റ് ആയിരിക്കും നമുക്ക് റെഗുലർ മോഡലിൽ വരുന്നത്. ഇത്തവണ അങ്ങനെ ആയിരിക്കും, പക്ഷേ പേരിന് വ്യത്യാസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നമുക്ക് A17 Pro ആണ് 15 പ്രോ മാക്സ് ആണ്. അപ്പോഴെന്തായാലും പ്രോ എന്ന പേരുള്ള ഒരു ചിപ്സെറ്റ് അവർ റെഗുലർ മോഡലിൽ അതേപടി കൊണ്ടുവരത്തില്ല. അപ്പോൾ അതിനെ തന്നെ ചെറിയ രീതിക്ക് ട്വീക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ തന്നെ പേര് മാറ്റി A18 ആക്കിയായിരിക്കും ഇത്തവണ നമുക്ക് റെഗുലർ 16+ വരുന്നത്. പിന്നെ 16 പ്രോ മാക്സിൽ A18 Pro ആയിരിക്കും. പിന്നെ ഇത്തവണ നമുക്ക് ഐഫോൺ 16 സീരീസിലെ എല്ലാ മോഡൽസിലും 8GB RAM ആയിരിക്കും വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈയിടയ്ക്ക് iOS 18 ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ സമയത്ത്. അപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ആപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോഴെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ എയുടെ ആപ്പിളിൻ്റെ കൊടുത്ത ഒരു പേരാണ് അവർ ആപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്ക് റൺ ചെയ്യണമെങ്കിൽ 8GB RAM വേണമെന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ ഇത്തവണ 16 സീരീസിലെ എല്ലാ ഫോൺസിലും നമുക്ക് 8GB RAM ആയിരിക്കും. ഇപ്പോൾ ഉള്ള ഫോൺസിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഐഫോൺ 15 പ്രോയും പ്രോ മാക്സും ആണ്. കാരണം ആ ഫോൺസിൽ 8GB RAM ഉണ്ട്. പക്ഷേ ചില ഫീച്ചേഴ്സൊക്കെ അവർക്ക് വേണമെങ്കിൽ പഴയ ഫോൺസിലൊക്കെ കൊടുക്കായിരുന്നു. പക്ഷേ ആപ്പിളിൻ്റെ ഒരു രീതി നിങ്ങൾക്കറിയില്ല, ഒരു പുതിയ ഫീച്ചേഴ്സ് ഒരിക്കലും പഴയ ഫോൺസിൽ കൊടുക്കത്തില്ല, എക്സ്ക്ലൂസീവായിട്ട് വയ്ക്കുന്ന ഒരു രീതിയാണ്. ഇനി പ്രോയ്ക്ക് മാത്രം 16 പ്രോയും പ്രോ മാക്സിന് മാത്രമായിട്ട് അവരെന്തെങ്കിലും ഫീച്ചർ കൊണ്ടുവരുമെന്ന് അവർക്ക് തന്നെ അറിയാം. പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ ആപ്പിൾ അവർ ഇവൻറ്റിൽ പറയും. എന്തായാലും നമുക്ക് സാധാ യൂസേഴ്സിനൊന്നും ഒരു വ്യത്യാസം അറിയാൻ പോകുന്നില്ല. A15 ബയോണിക്, ഐഫോൺ 13 A15 ബയോണിക് വരെ ഇപ്പം നമുക്ക് മോർ ദാൻ എനഫ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ iOS 18 ആണ് വരുന്നത്, സോഫ്റ്റ്വെയർ അറിയാമല്ലോ. അപ്പോഴതിൽ കുറേ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡിൽ ഉണ്ടായിരുന്ന കുറേ ഫീച്ചേഴ്സ് iOS 18 വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്യാമറയിലെ കാര്യങ്ങളാണ്. ക്യാമറയിൽ അങ്ങനെ ഭയങ്കര മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആസ് പെർ ലീക്സ് നമുക്ക് മോസ്റ്റ് പ്രോബബിളി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ മെയിൻ സെൻസറൊക്കെ ആയിരിക്കും എല്ലാ ഫോൺസിലും വരുന്നത്. ഇപ്പോൾ റെഗുലർ 16-ലായാലും 16+-ലായാലും പ്രോയിലും പ്രോ മാക്സിലായാലും കഴിഞ്ഞ വർഷത്തെ മോഡൽസിലുണ്ടായിരുന്ന അതേ ക്യാമറ സെൻസർ ആയിരിക്കും വരുന്നത്.
മെയിൻ ക്യാമറ സെൻസർ. ചിലപ്പോൾ അവർ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ട്യൂക്ക് ചെയ്യുമായിരിക്കും. ഒരു പ്രധാന വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രോ മോഡൽസിൽ ഇത്തവണ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. ഇതിനു മുമ്പേയൊക്കെ 12 മെഗാ പിക്സൽ ആയിരുന്നല്ലോ, അപ്പോൾ ഇത്തവണ ഒരു 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോഴത് ലോ ലൈറ്റ് വീഡിയോസിന് അതൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു മാറ്റം വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമുക്ക് ആപ്പിളിൻ്റെ 15 പ്രോ മാക്സിൽ നമുക്കൊരു 5x ലെൻസ് ഉണ്ടായിരുന്നു സൂം ചെയ്യാനും കാര്യങ്ങളൊക്കെ. പക്ഷേ പ്രോയിൽ അവർ 3x തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. 14 പ്രോയിലുള്ള അതേ 3x തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ഇത്തവണ 16 പ്രോയിൽ നമുക്ക് ആ ഒരു 5x ലെൻസ് വരുന്നുണ്ട്. അതാണ് വേറൊരു മാറ്റം. പിന്നെ വീഡിയോ ക്യാപ്പബിലിറ്റീസ് പ്രോ മോഡൽസിന് കുറച്ചുകൂടെ കൂടും എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ 120 FPS വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭയങ്കര ഗംഭീര അപ്ഗ്രേഡ് ഒന്നും പറയില്ല ക്യാമറയുടെ കാര്യത്തിൽ. കാരണം ആൻഡ്രോയിഡ് സൈഡിൽ കോമ്പറ്റീഷൻസ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ റെഗുലർ മോഡൽസിൽ സെയിം ക്യാമറ ആയിരിക്കും, അങ്ങനെ ഭയങ്കര വ്യത്യാസം കാര്യങ്ങളൊന്നും വരില്ല. ചിലപ്പം ഒരു ചെറിയ രീതിക്കൊക്കെ ട്യൂക്ക് ചെയ്താലേ. ഇനി അടുത്ത് ബാറ്ററി സെക്ഷനിൽ നല്ലൊരു കോമഡി ഉണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയായിരിക്കും iPhone 15 സീരീസിൽ 15+-നായിരുന്നു ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടിയത്. കാരണം വലിയ ബാറ്ററി ആയിരുന്നു, 60 Hz ഡിസ്പ്ലേ ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് 15+-ന് ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടായിരുന്നു പ്രോ മാക്സ് വരുന്നത്. 15+-ന് ഇത്രയും നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പലരും അത് പ്രോയ്ക്കും പ്രോ മാക്സിനും വരെ എടുത്ത് പൈസ സേവ് ചെയ്തു. കാരണം കഴിഞ്ഞ തവണ നമുക്ക് 15 സീരീസ് നല്ലൊരു അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ ക്യാമറയിൽ വന്നിട്ടുണ്ടായിരുന്നു. 48 MB സെൻസറൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പലരും 15+ആണ് പ്രിഫർ ചെയ്തത്, പ്രോയ്ക്കും പ്രോ മാക്സിനും വരെ. അപ്പോൾ ഈ കാര്യം ആപ്പിളിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തവണ അവർ 16+-ന്റെ ബാറ്ററി സൈസ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. 15+ വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് 400 mAh വരെ കുറച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ മോഡൽസ് 16 പ്രോ, 16 പ്രോ മാക്സ് അതിൻ്റെയൊക്കെ ബാറ്ററി സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും നല്ല കൂടുതൽ ബാറ്ററി സൈസ് ഉള്ളത് 16 പ്രോ മാക്സ് ആണ്. അപ്പോഴും അതിനായിരിക്കും ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ്. അപ്പോഴും അതായിരിക്കും ആപ്പിളിൻ്റെ ഒരു ടാക്ടിക്കൽ മൂവ് എന്ന് വെച്ചാൽ 16 പ്രോ മാക്സിന് ബെസ്റ്റ് ബാറ്ററി ഫോണെന്ന് വെച്ച് സെല് ചെയ്യാം എന്നുള്ള രീതിക്കായിരിക്കും. പക്ഷേ അതൊരു ബാഡ് മൂവ് ആയിരുന്നു. കാരണം 15+ വേരിയൻസ് പലരും പ്രിഫർ ചെയ്യും. കാരണം നമുക്ക് വലിയ സ്ക്രീനും വലിയ ബാറ്ററി ലൈഫും അഫോർഡബിൾ റേറ്റിന് കിട്ടും എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇനി അത് നടക്കത്തില്ല. ഓക്കെ, അപ്പോഴേ ആസ് പെർ ലീക്സ് നമുക്ക് ഇത്രയും ചേഞ്ചസ് ആയിരിക്കും 16 സീരീസിൽ വരുന്നത്. ഇത് 100% ആക്യുറേറ്റ് ആവണമെന്നില്ല, പക്ഷേ 90% അബോ ഇത് ആക്യുറേറ്റ് തന്നെ ആയിരിക്കും. മിക്കവാറും ഈ രീതിക്ക് തന്നെ ആയിരിക്കും നമുക്ക് ഫോൺസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോഴും എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ 15 സീരീസിൽ നിന്ന് അങ്ങനെ ഭയങ്കര ഗംഭീര അപ്ഗ്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ 16 പ്രോയുടെ സൈസാണ്. 6.3 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. അത് ഭയങ്കര ഒരു ഐഡിയൽ സൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്യാമറയിലും അങ്ങനെ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് പറഞ്ഞല്ലോ കുറച്ച് അൾട്രാ വൈഡ് ക്യാമറ കുറച്ച് മാറ്റുന്നുണ്ട് പ്രോ മോഡൽസിൽ. പിന്നെ 5x നമുക്ക് 16 പ്രോയിൽ വരുന്നുണ്ട്. മനസ്സിലായി, അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. ഒരു 15 സീരീസ് ഉള്ളവരൊന്നും ഇതിലോട്ട് വരേ വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്കറിയാം iPhone 15+-ലൊന്നും നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഇല്ല. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ 16-ലോട്ട് വരണമെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഈ AI ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ യൂസേ ചെയ്യത്തില്ലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആപ്പിളിന് വേണമെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് 15 സീരീസിലും കൊടുക്കായിരുന്നു, റെഗുലർ 15 മോഡൽസിനും കൊടുക്കായിരുന്നു. അവർ പ്രോയ്ക്കും പ്രോ മാക്സിനും മാത്രം കൊടുത്തു. അപ്പോഴതിന് നമുക്ക് ഇനിയൊന്നും ചെയ്യാമല്ലോ. പക്ഷെ അതിനുവേണ്ടി മാത്രം 16 സീരീസിലോട്ട് വരണമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം 16+-ൽ ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി അവർ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ പറഞ്ഞല്ലോ പിന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് എത്രത്തോളം അത് അറിയാൻ പറ്റും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആരൊക്കെ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഐ വിൽ സജസ്റ്റ് 13 സീരീസ് അല്ലെങ്കിൽ അതിന് മുമ്പോട്ടുള്ളവർക്കായിരിക്കും ഇത് നല്ലൊരു അപ്ഗ്രേഡ്. മനസ്സിലാവും, 13 റെഗുലർ 13 യൂസ് ചെയ്യുന്നവരായാലും 13 പ്രോയ്ക്ക് യൂസ് ചെയ്യുന്നവർക്ക് നല്ല അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ റെഗുലർ 13 റെഗുലർ 14 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് iPhone 15 എടുത്താലും മതി. അങ്ങനെ വേറെ ഒരു വലിയ ചേഞ്ചസ് ഒന്നുമില്ല. എനിക്കറിയാം ഒരു എക്സ്ട്രാ ക്യാപ്ചർ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻറ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. കാരണം നമുക്ക് ഇപ്പോഴും 60 Hz ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. മനസ്സിലായി. പിന്നെ 14 പ്രോ ഉള്ളവരൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾക്ക് 48 MB ക്യാമറ ഉണ്ട്, പിന്നെ ഡൈനാമിക് ഐലൻഡ് ഉണ്ട്. മനസ്സിലായി. ഇപ്പോഴും 13 സീരീസ് അല്ലെങ്കിൽ അതിന് മുമ്പ് ഉള്ളവർക്കായിരിക്കും ഇത് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് വരുന്നത്. എപ്പോഴും പുതിയ മോഡൽസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബിഗ് ബില്യൺ സെയിലിൽ നമുക്ക് 15-ൻ്റെ പ്രൈസ് നല്ല കുറഞ്ഞു വരും. മനസ്സിലായി. 16-നും 15-നും നമുക്ക് നല്ല പ്രൈസ് ഗ്യാപ്പ് കാണും. അപ്പോഴും 15 തന്നെയായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഐഡിയലായിട്ട് വരുന്നത്. മനസ്സിലായി, ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.